അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യസ്റ കലാമുഹു മാത്ത ഖൽബുഹു ദഖല ഫിന്നാർ. സംസാരം അധികരിച്ചാൽ കൽബ് മരിക്കുന്നതാണ്. കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അതിനാൽ നാം സംസാരത്തെ അധികരിപ്പിക്കുന്നതിനെ തൊട്ട് നാം മാറി നിൽക്കുക. ധാരാളമായി സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ചെയ്യും. കാരണം ധാരാളം സംസാരിക്കുന്നതിനെ തൊട്ട് നാം മറ്റുള്ളവൻ്റെ ഇറച്ചി തിന്നുകയും അതുപോലെ തന്നെ ധാരാളമായി തെറ്റുകൾ വർദ്ധിക്കുവാനും കാരണമാകുന്നു. മറ്റുള്ളവൻ്റെ കുറ്റവും കുറവുകളും പറഞ്ഞ് തെറ്റുകളിലേക്കാണ് നാം പോകുന്നത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം സംസാരം വർദ്ധിക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ചെയ്യുക. അങ്ങനെ നാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന. അങ്ങനെ നാം നല്ല ഒരു രീതിയിൽ നാം ജീവിക്കുവാനും തഖ്വയോടുകൂടിയുള്ള ഒരു ജീവിതം നാം മുന്നോട്ട് നയിക്കുവാനും നാം ശ്രമിക്കുക. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തി. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.